ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രാഷ്ട്രീയം മുഖ്യമായും പുരുഷാധിപത്യത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഒന്നാണ്. പ്രകൃതിയും സർഗാത്മക സംസ്കാരവും രണ്ടായി പിരിഞ്ഞു നിന്നുകൊണ്ട് ഉണ്ടായി വന്നൊരു പൗരബോധം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന്, അകവും പുറവും തിങ്ങിവെങ്ങുന്ന മഹിമാവാർന്ന ഒന്നുകൊണ്ട് ജീവിക്കാവുന്ന ഒരു പൗരമണ്ഡലം. അത് 1950കളിലും 60കളിലുമായി ടി.കെ. പത്മിനി എന്ന ചിത്രകാരി ആവിഷ്കരിച്ചിരുന്നു. അക്കാലത്ത് ചിത്രകാരുടെ കാര്യത്തിൽ പൊതുവേ സംഭവിക്കാറുള്ളതുപോലെ രവിവർമ്മയാലോ യൂറോപ്യൻ ഇംപ്രഷനിസ്റ്റുകളാലോ പ്രേരിപ്പിക്കപ്പെട്ടതല്ല പത്മിനിയുടെ ചിത്രരചന. ചുറ്റുമുള്ള ആധുനിക ഇന്ത്യൻ കലയും സ്വാതന്ത്ര്യാനന്തര കാലത്തെ അതിൻ്റെ ആർട്ട് സ്കൂൾ അക്കാഡമിസിസവും മദ്രാസ് സ്കൂളിൻ്റെ അന്നത്തെ നിലയ്ക്കുള്ള വിപ്ലവകരമായ അന്വേഷണങ്ങളും പത്മിനിയുടെ ക്ലാസ് റൂം പഠനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് സംശയമില്ല. പക്ഷെ അവയിൽ ഒതുങ്ങുന്നില്ല അവരുടെ ചിത്രഭാഷ. അത് മറ്റൊരു തീരത്ത് നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അതിന് അവരുടെ ഡ്രോയിങ്ങുകളും ഹാർഡ് ബോർഡിൽ ചെയ്ത എണ്ണച്ചായ വർക്കുകളും തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ മതി. മദ്രാസ് സ്കൂൾ മട്ടിലുള്ള സ്കെച്ച് പുസ്തകങ്ങളും അക്കാഡമിക് പരിശീലനത്താൽ മാത്രം ആവിഷ്ടമായ ഒരു വിദ്യാർത്ഥിനിയെ അല്ല കാണിക്കുന്നത്. തൻ്റെ ചുറ്റുമുള്ള സർവ്വതും പകർത്തിക്കാട്ടുന്നതിൻ്റെയോ അതിനെയെല്ലാം ഏതെങ്കിലും വിധത്തിൽ അപഭംഗം വരുത്തിക്കാട്ടുന്നതിൻ്റെയോ കെട്ടുകാഴ്ച അക്കാലത്തെ ചിത്രരചനയിൽ സുലഭമായിരുന്നു. അതിലൊന്നും പൊതുവെ ഇടമില്ലാത്ത ഭാവാത്മകമായ മറവുകളുടെയും ഇരുട്ടുകളുടെയും ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മമായ പാർക്കലുകളുടെയും ഏതോ ഭഗവതിക്രമമാണ് ഒരു ചിത്രകാരി എന്ന നിലയിൽ പത്മിനിയുടെ ഊടും പാവും നെയ്തത്. അത് ഒരാളെക്കുറിച്ചല്ല, അയാളുടെ വസ്ത്രവിധാനീയതയെയോ സാമൂഹ്യ പദവിയെയോ കുറിച്ചുള്ളതല്ല. പലരെയും പലതിനെയും ഇണക്കുന്ന ആവാസ വ്യവസ്ഥയാണ് ചിത്രത്തിൽ പത്മിനി പലപ്പോഴും കാണിച്ചിരിക്കുന്നത്. ഇനി അഥവാ രണ്ടുപേരെക്കുറിച്ചെന്ന വണ്ണം ഒരു സ്ത്രീയെയും പുരുഷനെയും സംയുക്തമായി ആലോചിക്കുമ്പോഴും തൻ്റെ ചുറ്റും ആളുകൾ അന്ന് ചെയ്തതുപോലെ പദവി സൂചകങ്ങൾ കൊണ്ട് വിസ്തരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിക് ഫാമിലി പോർട്രേറ്റ് വഴി പകരാവുന്ന ഒരു കുടുംബക്രമമല്ലത്. മറിച്ച് ഒരേ ലംബമാനതയുടെ വൃക്ഷശാഖകൾ പോലെയാണ് പത്മിനി അതിനെ കണ്ടത്. ചുരുക്കത്തിൽ പാട്രിയാർക്കൽ മൂല്യബോധങ്ങളിലേക്ക് ആധുനികതയുടെ ചിഹ്നങ്ങളോടെ പരിഷ്കരിക്കപ്പെടുന്ന അന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തെ തൻ്റെ ചുറ്റുമുള്ള ആൺലോകത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഒരു ചിത്രകാരി എന്ന നിലയിൽ പത്മിനി അന്ന് തൊട്ടത്. സമകാലികരായ ലോകം ആവേശത്തോടെ പുൽകിയ പലതുമുണ്ട്. അതവർ അവഗണിച്ചു. അവർ പ്രതീകങ്ങളിലല്ല കാര്യങ്ങൾ കണ്ടത്. അവർ വസ്തുനിഷ്ഠതയെ പകർത്തിയ ഒരാളുമല്ല. അവർ ചിത്രോപമ സൗന്ദര്യത്തെ ആവാഹിച്ചില്ല. ഗുരുവായ KCS പണിക്കർ വാക്കുകളിലും പ്രതീകങ്ങളിലും കൂടി ഇന്ത്യൻ ദേശീയതയെ ഒരു ദക്ഷിണാത്യ അനുഭവം കൊണ്ട് ഭാവന ചെയ്യുകയായിരുന്നു. പത്മിനി ചിത്രങ്ങളിൽ ആ നാട്ടുദേശീയതാ ഭാവന ഒരു പ്രശ്നമായി തന്നെ കാണുന്നില്ല. അബോധപൂർവമായിരിക്കാം അതിനെ കവച്ചുവെച്ച് പത്മിനി ചിത്രരചനയുടെ സങ്കേതത്തിൽ തൻ്റെ കാലത്തെ ഒരു പെണ്ണ് എത്തും പോലെ എത്തി. അത് കണ്ടാൽ ഒന്നും പ്രത്യേകിച്ച് വാദിക്കാതെയും എതിരിടാതെയും ഒരുവൾ അങ്ങനെ എത്തിയതാണെന്ന് തോന്നിയേക്കാം. പക്ഷെ ആ വഴിക്ക് പത്മിനി ഇരുട്ടിനെ നന്നായി ഉൾക്കൊണ്ടു. ഗ്രാമത്തിൻ്റെ വാസ്തുവിദ്യകൾ പകരുന്ന കലുഷഭാവത്തെയും കാലവർഷവും നാഗത്തറകളും പുഴക്കരകളും തരുന്ന ഒരുതരം ചൂടുന്ന ഭാവത്തെയും അവർ ഉൾക്കൊണ്ടു. മനുഷ്യബന്ധങ്ങളുടെയും ഉടലുകളുടെയും പ്രവചനാതീതമായ സർഗാത്മകതയാണ് പത്മിനി നല്ല പശിമയുള്ള ചായം എണ്ണ കൂട്ടി തേച്ചു വിന്യസിപ്പിച്ചത്. ഊഞ്ഞാലാടുന്ന കുട്ടി, ചിറകടിച്ചു പോകുന്ന പക്ഷികൾ, പാമ്പിൻതറ, കാവുകൾ, കുളങ്ങൾ, അങ്ങനെ പലതുമുണ്ട്. ഒരു വിഷയം എന്ന നിലയിലല്ല ഇതൊന്നും പത്മിനിയുടെ പ്രവൃത്തിയിൽ പരിഗണിക്കപ്പെട്ടതെന്ന് തോന്നുന്നു. ഇപ്പറഞ്ഞ കാര്യങ്ങൾ കേട്ടും പങ്കെടുത്തും പരിചയമുള്ള സുനിശ്ചിതമായ ഒരു ജീവിത കഥയിലെ കഥാവസ്തുവല്ല ഇതെല്ലാം. ചില അനക്കങ്ങളുടെയോ ചലനങ്ങളുടെയോ സൂക്ഷ്മമായ അനുഭൂതിജ്ഞാനമാണ് ഈ പെയിൻറ്റിങ്ങുകൾ പകരുന്നത്. ഒരു വഴിനടപ്പിൻ്റെ അനുഭവം, ഒരു കുളക്കരയിലെ ഇരിപ്പ്, ഒരു ഊഞ്ഞാലാട്ടത്തിൻ്റെ ഊയൽ, ഒരു അലസ വിശ്രമത്തിലെ മരച്ചുവടിൻ്റെ ബോധം, മടക്കി വച്ച കാൽ, താങ്ങുന്ന കൈ. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരെന്ന ആയിരിക്കലിൻ്റെ മൗനം പൂണ്ട അനുഭൂതികൾ പത്മിനിയുടെ ചിത്രങ്ങളിൽ കാണുന്നത്.
മനുഷ്യ ശരീരത്തെ മുഖ്യമായും ഒരു ഉടൽനിലയായിട്ടാണ് പൊതുവെ ചിത്രകലയും ഫോട്ടോഗ്രാഫിയും അക്കാലത്ത് പരിഗണിച്ചിരുന്നത്. പലപ്പോഴും ഉടൽ കലാപരമായി മുൻകൂട്ടി അനുഭവിപ്പിക്കുന്ന ചില ശൈലികളിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ പോലും അപ്രതീക്ഷിതവും അവ്യക്തവുമായ അനുഭൂതി സൂക്ഷ്മത കൊണ്ട് ഉടൽനിലകൾ ആവിഷ്കരിക്കാം. അതാണ് പത്മിനി രൂപങ്ങളിൽ കാണാൻ തുടങ്ങിയ സാധ്യത. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യും പോലെയുമല്ല ഇവിടെ മനുഷ്യാനുഭവങ്ങൾ കാണപ്പെടുന്നത്. അന്നത്തെ നിലയ്ക്ക് അത് അപൂർവമായിരുന്നു. ആ അവ്യക്തത ബോധപൂർവം വരുത്തിക്കൊണ്ട് അബ്സ്ട്രാക്റ്റ് ആർട്ട് ചെയ്യുകയുമായിരുന്നില്ല. പ്രഖ്യാപിതരായ ആധുനികർ പലരും രൂപത്തെ കൃത്രിമമായി ഒടിച്ചു മടക്കുമ്പോൾ പത്മിനി രൂപത്തെ കടുത്ത രേഖാചമൽക്കാരത്തിൽ കൂടി തെളിഞ്ഞു വരുന്ന ഉടൽ തന്നെയാക്കി നിലനിർത്തി, ഭാവാത്മകത ചോർന്നു പോകാതെ. ഉടലിൻ്റെ മൗനം ഇങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ ഉടുപ്പിൻ്റെ അലങ്കാരം വലിയ തടസ്സം സൃഷ്ടിക്കും. പത്മിനിയുടെ ചിത്രങ്ങളിലെ ഉടലുകൾ പലതും വസ്ത്രത്തെ ഓർക്കാത്ത മട്ടിൽ തുടരുന്നുണ്ട്. അത് ശില്പഭദ്രതകളിൽ നിന്നുയരുന്ന ഒരു ഇന്ത്യൻ ഭഗവതി ജനുസാണ് എന്ന് തോന്നുന്നു. പക്ഷേ പലപ്പോഴും അവയെ ആധുനികമായ നഗ്നരൂപങ്ങളുടെ ജനുസായി, നൂഡ് സ്റ്റഡികളുടെ ജനുസായിട്ട് ആളുകൾ എടുക്കാറുണ്ട്. അത് കാണലിൻ്റെയും ഗ്രഹണശേഷിയുടെയും ഒരു സൂക്ഷ്മമായ പ്രശ്നമായിരിക്കാം. നോട്ടത്താൽ ചൂളിപ്പോകുന്ന ഉടലുകളല്ല, കാണിയുടെ നോട്ടം കൊണ്ട് രതി ജനിപ്പിക്കുന്ന രൂപങ്ങളുമല്ല, സ്വന്തം നിൽപ്പിനാൽ ചുറ്റിലും വ്യാപിക്കുന്ന യുട്ടോപ്പിയൻ ഉടലാണ് പത്മിനി ചിത്രത്തിൽ വരച്ചത്. പലപ്പോഴും അവയവങ്ങൾ വിശദമാക്കുന്നൊരു രീതിയല്ല, മോണോക്രോമാറ്റിക് വർണ്ണവ്യാപനമാണ് ചിത്രത്തെ ഉടലാവിഷ്ടമാക്കുന്നത്. ചിത്രരചന, പ്രത്യേകിച്ചും പെയിൻറ്റിംഗ് ഓൺ ബോർഡ് അല്ലെങ്കിൽ ക്യാൻവസ്, തിരശ്ചീനമായ കൈവ്യാപാരങ്ങളുടെ ഒരു കാര്യമുള്ള ഒന്നാണ്. ഒരു വർണ്ണം തേച്ചു പിടിപ്പിക്കുക എന്നാൽ ഒരു ചലനവും അതിൻ്റെ ഒരു മാനസികമായ ഉന്നം പിടിക്കലും ചേർന്ന ഒന്നാണ്. കൈയും ബോധവും ചേർന്ന് ഒരു മോട്ടോർ വ്യവസ്ഥ പെയിൻറ്റിങ്ങിലുണ്ട്. ഒഴുകി നീങ്ങുന്ന ആളുകളുടെ രൂപാവിഷ്ടതയാണ് ടി.കെ. പത്മിനിയുടെ ചിത്രങ്ങളിൽ കാണുന്നത്. കലാകാര കൂട്ടായ്മയിൽ ചേർന്ന് ഗ്രൂപ്പ് ഏകാംഗ പ്രദർശനങ്ങൾ നടക്കുമ്പോഴും അതിൽ പങ്കെടുക്കുമ്പോഴും ഏറെയും സ്വാത്മനിഷ്ഠമായൊരു പഠനമായിരുന്നു പത്മിനിയുടേത് എന്നതിന് ഈ ചിത്രങ്ങളും അവയുടെ പ്രത്യേകതയുള്ള ഉടൽ ദേശരചനാ പ്രതിപത്തികളും തന്നെ സാക്ഷി. തൃശ്ശൂരിലുള്ള കേരള ലളിതകലാ അക്കാദമി ആസ്ഥാനത്തെ ആർക്കൈവ്സിൽ പത്മിനിയുടെ പഠനകാലത്തെ 3 സ്കെച്ച് പുസ്തകങ്ങളുണ്ട്. ആദ്യമൊക്കെ കലാകാരിയാകാനുള്ള അദമ്യമായ മോഹം കൊണ്ട് അവർ അക്കാലത്തെ ആഴ്ചപ്പതിപ്പുകളിലെ ചിത്രങ്ങളിലെ ചിത്രീകരണാത്മകത നോക്കി സ്വയം പരിശീലിപ്പിച്ചിരുന്നതായിട്ടൊക്കെ കാണാം. എന്നാൽ ചിത്രീകരണത്തിലേക്ക് യാന്ത്രികമായി വഴുതാതെ വൈകാരിക ശരീരങ്ങളുടെ സഞ്ചയങ്ങൾ തീർക്കുന്ന തെളിഞ്ഞ ബോധം ഉടനെ തന്നെ പത്മിനി സ്വരൂപിച്ചു. തെളിച്ചത്തിൻ്റെ കാഴ്ച പത്മിനി കുറവേ തന്നുള്ളൂ. 1960കളിലെ കേരളത്തിലെ വാക്കും ഭാഷയും നേടിയ വായനാ മനുഷ്യർക്ക് ശ്രദ്ധിച്ചിരുന്നാൽ നിഗൂഢമായി തോന്നിയിരിക്കാവുന്ന ഒരു ആവാസ വ്യവസ്ഥയായിരുന്നു അത്. അല്ലെങ്കിൽ തന്നെ ചില ആഴ്ചപ്പതിപ്പുകൾ സാന്ദർഭികമായി ഇലസ്ട്രേഷനായി കൊടുത്ത ചില ഡ്രോയിങ്ങുകളും പത്മിനിയുടെ മദ്രാസ് പ്രദർശനങ്ങളുടെ ചില റിവ്യൂകളും അല്ലാതെ തങ്ങൾ കണ്ട ആധുനിക കലയിൽ നോക്കുമ്പോൾ ഒരു വായനാ മനുഷ്യനിൽ ടി.കെ. പത്മിനി അന്ന് പ്രത്യേകിച്ച് ഒരു നിഗൂഢതയും സൃഷ്ടിച്ചിരിക്കില്ല. ഒരു സാക്ഷര സാഹിത്യ സമൂഹത്തിന് അതിൻ്റെ സാഹിത്യാധിഷ്ഠിത തത്വങ്ങളിൽ പെടാത്ത എന്ത് കലയും എളുപ്പത്തിൽ അവഗണിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. അപ്പോൾ ശരിക്കും ആരാണ് ടി.കെ. പത്മിനി എന്ന ഒരു സ്ത്രീയെ കണ്ടിരിക്കുക? ഒരു സ്ത്രീ എന്ന നിലയിൽ ആ ആഘാതങ്ങളുടെ ആവിഷ്കാരത്തിന് അവരുടെ കയ്യിൽ കിട്ടിയ ഭാഷ വെളിച്ചത്തിൽ കാണപ്പെടുന്ന ലോകത്തെ ചിത്രീകരിച്ച അക്കാദമിക് ഭാഷയല്ലാതിരുന്നത് ഒരു കണക്കിന് അവരെ തുണച്ചു. പെയിൻറ്റ് മണ്ണുപോലെ പശപശപ്പുള്ളതും താൻ ഏറ്റവും പരിചയിച്ചിട്ടുള്ള ഇരുട്ടിൻ്റെ ഗാഢ നീലിമയ്ക്ക് യോജിച്ച വിധം വിന്യസിക്കാവുന്നതുമാകുന്ന ഒരു സൗകര്യം അവർക്ക് അന്നത്തെ മദ്രാസ് സ്കൂളിൻ്റെ തുറന്ന അധ്യയന സമ്പ്രദായത്തിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രേഖാചിത്രണത്തിലും എണ്ണച്ചായത്തിലും ഏതാണ്ട് 15 വർഷത്തെ പ്രവൃത്തി കൊണ്ട് കാണപ്പെടുന്ന ലോകത്തു നിന്നും അതിൻ്റെ നേർക്കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായി ഉള്ളിലെ അനക്കത്തിലേക്കും മാനസികമായ അവസ്ഥകളുടെ ക്രമരാഹിത്യത്തിലേക്കും അങ്ങനെ കേരളത്തിലെ ചിത്രകലയുടെ അന്ന് നിലവിലിരുന്ന പൊതുധാരയിൽ നിന്നും അകന്ന് മറ്റൊരു ജീവിതാവാസ വ്യവസ്ഥയിലേക്കും ടി.കെ. പത്മിനി കടന്നിരുന്നു എന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള അവരുടെ ചിത്രങ്ങളും സ്കെച്ച് പുസ്തകങ്ങളും പറയുന്നത്. വളരെ സൂക്ഷ്മമായ അർത്ഥത്തിൽ അത് മാതൃക്രമങ്ങളിൽ ജീവിച്ച സ്ത്രീയിൽ ഒരു ആധുനികയുടെ ഭാഗികമായ രൂപപ്പെടലായിരുന്നു.
3 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, ആ ചിത്രങ്ങളിൽ മറ്റൊരു സിവിൽ ജീവിതത്തിനായുള്ള ആംഗ്യമുണ്ട്. 2, കലാവിദ്യാഭ്യാസം എന്നതാണ് ആ സിവിൽ ജീവിതത്തിനായി പത്മിനി ചൂണ്ടിക്കാട്ടിയ കളരി. 3, ദേശം വിട്ടുപോയിട്ടും തിരിച്ചു വന്നിട്ടും അതിനെ ആകെ കുഴഞ്ഞതെങ്കിലും പശിമയുള്ളൊരു അനുഭൂതിയായി പത്മിനി ചൂണ്ടിക്കാട്ടി. ആധുനികതയുടെ ഈ 3 ഇടങ്ങളിലും സ്വന്തം നിലയിൽ പെരുമാറിക്കൊണ്ട് കുറച്ചു കാലം വിഹരിച്ചു. ഇത് ചുറ്റുമുള്ള ലോകത്തോടുള്ള പത്മിനിയുടെ പ്രതികരണത്തിൻ്റെയും സംവേദനത്തിൻ്റെയും ആകത്തുകകൾ തന്നെയായിരുന്നു. ആദ്യത്തേത് രണ്ടും സാക്ഷര മനുഷ്യരോടുള്ള ആംഗ്യമായിരുന്നു. മൂന്നാമത്തേത് ദേശത്തോടുള്ളത് ഒരു ആധുനികയുടെ അപരവിക്ഷേപവും ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. മദ്രാസിൽ പോയി ചിത്രകലാ പഠനം നടത്തുന്നത് എത്ര വലിയ അടക്കി വയ്ക്കാനുള്ള ആഗ്രഹമായിട്ടാണ് 60കളിലെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീക്ക് അനുഭവപ്പെട്ടത് എന്നതിന് TK പത്മിനിയെക്കുറിച്ച് അമ്മാവൻ TK ദിവാകരൻ എഴുതിയതാണ് ഇന്നുള്ളൊരു സാക്ഷ്യം. എൻ്റെ പ്രിയപ്പെട്ട മരുമകൾ ഒരു കപ്പ് ചായയുമായി വരും. ഞാൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കും. ചായ പോലെ തന്നെ അവളുടെ മുഖവും വിളറിയിരിക്കും. കൊച്ചുകുപ്പായവും ഒരു കെട്ട് പുസ്തകവും ചോറ്റുപാത്രവുമായി 6 നാഴിക നടന്ന് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴത്തെ ചിത്രം ഞാൻ ഓർത്തു. അന്നത്തെ ചുറുചുറുക്ക് ഇന്ന് പത്മിനിക്കില്ല. ഞാനൊരു കലാകാരിയാണ്, എന്നെ നിങ്ങൾ വളർത്തണേ എന്ന ഒരു അഭ്യർത്ഥന മാത്രം ആ കണ്ണുകളിൽ നിഴലിച്ചിരുന്നു. എൻ്റെ മനസ്സും മൂകമായി. ഞാൻ ആലോചിച്ചു. ഒടുവിൽ തീരുമാനിക്കുകയും ചെയ്തു. ആ തീരുമാനം ഒരു ഗൃഹനാഥൻ്റേതായിരുന്നു. അതിനെല്ലാവരും വഴങ്ങി. മദ്രാസ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ ചേർത്ത് പഠിപ്പിക്കാൻ തീരുമാനിച്ചതായി പറഞ്ഞപ്പോൾ പത്മിനിയുടെ കണ്ണുകൾ തിളങ്ങി. ഇവിടെയും ചിത്രകാരി എന്നാൽ സാക്ഷര മനുഷ്യനിൽ എന്ന പോലെ തന്നെ ആധുനിക മനുഷ്യനിലും താൻ ഏൽപ്പിച്ച ഒരു ആഘാതം മാത്രമായിട്ടാണ് വരവ് വയ്ക്കപ്പെടുന്നത്. ആകെ വളർന്നു കഴിഞ്ഞൊരു കലാകാര വ്യക്തിത്വം അഥവാ ആർട്ടിസ്റ്റിക് പെർസോണ ആയിട്ടല്ല. പോനാൽ പോകട്ടും പോടാ എന്ന ദേശത്തോടും സമൂഹത്തോടും സ്വാത്മനിശ്ചയത്തോടെ പറയുന്ന നടുനായകൻ അല്ലെങ്കിൽ വ്യക്തിത്വം അല്ലത്. നാട്ടുകാരെ കലയെന്നാൽ ഇതൊക്കെയാണ് എന്ന നാടിനു മുകളിൽ മറ്റൊന്നായി സ്വയം പ്രകടമാകുന്ന ഒന്നും അല്ല. ഭാഗികമായി പുരുഷ ലോകത്തിൻ്റെ പുരോഗമന ബോധം കൊണ്ട് നിർണയിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ജീവിതാവസ്ഥയിൽ കലയുടെ മാനദണ്ഡങ്ങൾ സ്ത്രീക്കും പുരുഷനും വെവ്വേറെ തന്നെ അനുഭവപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ മാനദണ്ഡങ്ങളുടെ ഭാഗികമായ തുടർച്ചയും. ദേശമെന്ന കെട്ടുപാട് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അങ്ങനെ മാത്രം വരുന്നതാണ്. വ്യക്തിത്വം പോലെ തന്നെ ഒരു പാതി വളർന്ന അവയവം, വിചിത്രമായത്, കെട്ടിച്ചുവിടുന്നതും കെട്ടിയെടുക്കുന്നതുമായ പല ഇടങ്ങൾ ഒരു ദേശവും പെണ്ണിന് മിഴിവോടെ അനുഭവിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ മുതിരുമ്പോൾ പെട്ടെന്ന് ഒരു ദേശപ്പേര് തൻ്റെ പേരിനോട് കൂട്ടിയിടാൻ ആണിനെ പോലെ പെണ്ണിന് തോന്നുന്നില്ല. വീട്ടുപേരോ അച്ഛൻ ആകട്ടെ ഒരു കുട്ടിയുടെ മേലാണ് കെട്ടിവെക്കപ്പെടുന്നത്. അതുകൊണ്ട് ദേശമെന്ന ഈ പാതി വളർന്ന അനുഭവത്തെ തൻ്റെ ഒരു പൊരുളായി സിവിൽ ജീവിതത്തിനായുള്ള ആംഗ്യമായി കാട്ടുക എന്നത് പത്മിനിയുടെ ഒരു ആവശ്യമായിരുന്നിരിക്കണം. അതുകൊണ്ട് ഒരു സമൂഹത്തിൽ കലാപ്രവർത്തനം കൊണ്ട് മാത്രം ഒരു പദവിയും ആവിഷ്കാര മേഖലയും നിർമ്മിക്കുക എന്നത് കലകൊണ്ട് പ്രചോദിതയാകുന്ന ഒരു സ്ത്രീക്ക് മേൽ ഇരട്ട നിയന്ത്രണമാണ് ഏൽപ്പിച്ചത്. ചരിത്രപരമായ അഭിജ്ഞാനതാ പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് വിളിക്കുന്നത്, അതിന് പരിഹാരമായി നാടുവിടാനുള്ള തീരുമാനം യഥാർത്ഥത്തിൽ പുരുഷൻ്റേതായിരുന്നു. സ്ത്രീയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ നിയന്ത്രണങ്ങളും ഉത്തരവാദിത്തങ്ങളുമൊക്കെ പുരുഷലോകം സ്വയം ഏറ്റെടുത്ത് ചമച്ചിരുന്നത് മാത്രമാണ്. അക്കാരണം കൊണ്ട് കൂടിയാകാം ആധുനിക നാഗരികതയ്ക്ക് മുമ്പിൽ പെട്ടെന്ന് പെട്ടുപോകുന്ന മനുഷ്യ സമൂഹങ്ങളുടെ പരസ്പരമുള്ള ജൈവബന്ധത്തിൻ്റെ നൂലുകൾ ഇഴവിടാതെ പിരിച്ചെടുക്കാൻ ആഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവളാണ് പത്മിനി. അവരുടെ ചിത്രങ്ങളിലുള്ള നദിക്കരയിലും വൃക്ഷഛായകളിലും പരസ്പരം ഇഴുകിയും തഴുകിയും ഇരിക്കുന്ന സ്ത്രീ പുരുഷന്മാരും ഭഗവതി വിന്യാസവും താൻ ജീവിച്ചു പുലർന്ന മാതൃദായ ക്രമത്തിൽ നിന്നും അവർക്ക് ലഭിച്ച ബോധമായിരിക്കാം. അവർക്കിടയിൽ തന്നെ താരതമ്യേന ഏകാന്തരും കലാകാര സ്വത്വത്തെ മുഴുവനായും ഒരു പൊതുമണ്ഡല പ്രവർത്തനമായി കാണാൻ വിസമ്മതിച്ചവരുമായ ആളുകൾക്കിടയിലാണ് അന്ന് പത്മിനി സ്വയം കണ്ടെത്തിയിരിക്കുക. കലയിൽ പ്രവർത്തിക്കാൻ ലഭ്യമായ ഇടം ആർട്ട് ഗാലറികൾ മാത്രമാണ്. ആ സ്ഥാപന മാതൃകയിൽ ഒരു പ്രവർത്തക ആകാൻ പത്മിനിക്ക് അശേഷം താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് പണത്തിനും പ്രശസ്തിക്കും വ്യക്തിത്വം അടിമപ്പെടുത്തലായി അക്കാലത്ത് പത്മിനി കണ്ടു. ഇങ്ങനെയൊക്കെ ദിവാകര മാമ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
മുഖ്യമായും സ്വാതന്ത്ര്യാനന്തരം രൂപപ്പെട്ട ആധുനിക കലയുടെ മദ്രാസ് സ്കൂളിന് രൂപപരമായ അതീന്ദ്രിയ ജ്ഞാനമായിരുന്നു ചിത്രഭാഷ. ദക്ഷിണേന്ത്യയിൽ ആ കാലം ആധുനിക മനുഷ്യൻ്റെ ഗ്രാമജീവിതത്തിൻ്റെ പ്രാചീന ചോദനകളെ മോഡേൺ ആർട്ടിൻ്റെ സങ്കേതങ്ങൾ കൊണ്ട് ഊതി വീർപ്പിച്ച ഒന്നായിരുന്നു. ഇതിനോട് പത്മിനിക്കും ഇടപെടേണ്ടി വന്നു. പക്ഷേ സ്വത്വപ്രതീകങ്ങൾ ഊതി വീർപ്പിക്കണോ, ആ വീർപ്പ് പൊട്ടിത്തകർന്ന് മരിക്കണോ, അതോ പുതിയൊരു രൂപത്തിൽ മനുഷ്യനും പ്രകൃതിയുമൊത്ത് സമരസത്തിലുള്ള ജീവിതം ഭാവന ചെയ്യണോ എന്നത് പത്മിനിയെ അലട്ടിയിട്ടുമുണ്ടാകണം. തൻ്റെ ജീവിതാവാസ വ്യവസ്ഥയിലെ പ്രാചീനമായ ക്രമങ്ങളിൽ സ്വാത്മനാ നടത്തുന്ന ഉത്തമബോധ്യമുള്ള ധൃതിയില്ലാത്ത സ്വാത്മപരിഷ്കരണത്തിൻ്റെ ഒരു സിവിലൈസിംഗ് വൺ സെൽഫ് സന്ദർഭമാണ് പത്മിനിയുടെ ചിത്രങ്ങളിൽ ഉണ്ടായി വന്നത്. ജൈവബന്ധങ്ങൾ ഇഴപിരിക്കൽ പുരുഷാധികാരമുള്ള ആധുനികതാവാദത്തിൻ്റെ വഴിയല്ല, അവയെ അകന്നു നിന്നുകൊണ്ട് മെറ്റഫറാക്കുകയാണ് ആ വാദത്തിൻ്റെ വഴി. മറിച്ച് പത്മിനിയുടെ ചിത്രരചനയിൽ അവരുടെ ആവാസ വ്യവസ്ഥയുടെ ആഘാതം തീക്ഷ്ണമായി അനുഭവപ്പെടും. ഇരുട്ടുപിഴിഞ്ഞ കാവുകളും കളിമണ്ണ് പോലെ കുഴഞ്ഞിരിക്കുന്ന പെയിൻ്റ് കൊണ്ടുള്ള വർണ്ണമേഖലകളും അവ ഉണർത്തുന്ന നദീതടങ്ങളുടെ നനവും ഇറോട്ടിക്കായ ശരീരനിലകളും ഒക്കെ പത്മിനി ക്ലാസ്സിൽ ആവിഷ്കരിച്ചു കൊണ്ടേയിരുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ആത്മാനുഭവത്തിൻ്റെ സൂക്ഷ്മമായ പരിഷ്കാരമായിരുന്നു. കലാവിദ്യാഭ്യാസപരം എന്നും പറയാം. എന്താണ് ആധുനികത എന്നൊന്നും തുറന്നടിക്കാത്ത ഇത്തരം അതിസൂക്ഷ്മമായ ആത്മപരിഷ്കരണങ്ങളുടെ പേരിൽ ഒരാൾ അത്രയൊന്നും ആദരിക്കപ്പെടുന്നൊരു ചുറ്റുപാടല്ല ആധുനികതാവാദികൾ പൊതുവിൽ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് പത്മിനിയുടെ ചിത്രഭാഷയും അവരെ പോലെ തന്നെ താൻ നടത്തിയ തികവുറ്റ സ്വതന്ത്രമായൊരു തിരഞ്ഞെടുപ്പ് എന്നതേക്കാൾ ഒരു വ്യക്തിയിലേക്കുള്ള ഒരാളുടെ ആയിത്തീരലായിരുന്നു. വ്യക്തി എന്ന പരിഗണന ഒരു സാക്ഷര പുരുഷന് ജന്മനാ ലഭിച്ചതാണ്. എന്നാൽ അതങ്ങനെ ലഭിക്കാത്ത ഏതൊരു കീഴാളാവസ്ഥയിൽപ്പെടുന്ന മനുഷ്യനെയും പോലെ ഒരു സ്ത്രീക്കും അത് സ്വയം പരിഷ്കരിച്ച് ആവർത്തിച്ച് ആയിത്തീരേണ്ട ഒന്നും ആണ്. അനുഭവങ്ങളെ പാരമ്പര്യത്തിൻ്റെയും ആധുനികതയുടെയും വിഭക്ത പ്രതീതികളിലും പ്രതീകങ്ങളിലും ആവിഷ്കരിച്ച് അതേപ്പറ്റി നിരൂപണങ്ങൾ സ്വരൂപിച്ച നടുനായകരായി KCS പണിക്കരും MV ദേവനും M ഗോവിന്ദനും എല്ലാം അന്ന് വിരാജിക്കവേ രചനയെപ്പറ്റിയും സ്വത്വത്തെപ്പറ്റിയും ഒന്നും പ്രത്യേകിച്ച് മിണ്ടാനില്ലാതെ ഭാവനാത്മകവും അമൂർത്ത ഭാവഗീതാത്മകവുമായ വേറെ ഏതോ മനുഷ്യാനുഭവ മണ്ഡലമാണ് പത്മിനിയും മറ്റൊരു ചിത്രകാരനായ K രാമാനുജവും ഒക്കെ മദ്രാസിൽ വെച്ച് സൃഷ്ടിച്ചിരുന്നത്. യുക്തിസഹവും കലാചരിത്രപരവുമായ ഒരു തനത് മണ്ഡലം അല്ല അവരുടേത്. മദ്രാസ് സ്കൂളിൻ്റെ പൊതുധാരയുമായി ഇവർക്കുള്ള സമാനത പോലെ തന്നെയോ അതിലോ ആഴത്തിലുള്ളതോ ആണ് ഇവരുടെ വിഭിന്നത. ഏതിരുട്ടിലും ഒറ്റയ്ക്ക് തെളിയുന്നൊരു കൊമ്പ് ഇവർക്കുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ആ കൊമ്പ് ഇവരുടെ വ്യക്തിഗതമായ പ്രത്യേകതയേക്കാൾ സമൂഹം എന്ന സഹജീവിതത്തെക്കുറിച്ച് ആ ഒരു ഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നതും ഇന്നും തുടരുന്നതുമായ വളരെ അസന്തുലിതമായ ധാരണകളാണ് കാണിക്കുന്നതെന്നാണ്. വികസിതമായൊരു പൗരാവലിയിൽ പുലർന്നു വരാൻ കഴിയാത്തവർ പൗരത്വത്തിൻ്റെ അവസ്ഥകളിലൊന്നും സ്വമേധയാ വലിയ പങ്കുപാടുകളോ നിരൂപണങ്ങളോ തിടുക്കങ്ങളോ ഒന്നുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഇരുട്ടിൽ കാണുന്ന ചെറുമുഖം പോലെ ആധുനിക ചിത്രകലയുടെ പൊതുജീവിതങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും നിരൂപണങ്ങളിൽ നിന്നും സംഘാടനങ്ങളിൽ നിന്നുമൊക്കെ അല്പം അകന്നു മാറി കാണപ്പെടുന്നു. ഇന്ത്യൻ ആധുനിക ചിത്രകലാ ഭാഷകളിൽ മദ്രാസ് സ്കൂളാണ് പത്മിനിയുടെ ചിത്രകലാ ശൈലി വികസിക്കാൻ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായും ചിത്രപ്രദർശന അനുഭവങ്ങളുടെ ഭാഗമായും പ്രാഥമിക കാരണമായത്. പത്മിനിയുടെ കാലത്ത് ഇന്ത്യയിലെ ചിത്രകാരന്മാർ പൊതുവിൽ ഒരു ഭാഗത്ത് യൂറോപ്യൻ ആധുനികതയുടെ ഭാഷയിലോ അക്കാദമിക് സാമ്പ്രദായികതയുടെ ഭാഷയിലോ ശൈലീരസം കൊണ്ട് വിലയിരുത്തപ്പെട്ടിരുന്നു. മറ്റൊരു ഭാഗത്ത് ഇവ രണ്ടിനെയും ആവേശപൂർവ്വം പ്രതിരോധിച്ച് ഒരു ഇന്ത്യൻ ആധുനിക ചിത്രകലയുടെ തദ്ദേശീയ കാലമാണ് മദ്രാസ് സ്കൂൾ അടയാളപ്പെടുത്തിയത്. മദ്രാസ് ഗവൺമെൻറ് സ്കൂൾ ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന കലാവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിലവിലിരുന്നിരുന്ന കലാധ്യയന രീതികളും ആശയലോകങ്ങളും കലാഭാഷകളും ഒരുമിച്ച് പരിഗണിക്കുന്ന ഒരു പരികൽപ്പനയായിട്ടാണ് മദ്രാസ് സ്കൂൾ എന്ന് ഇവിടെ പറഞ്ഞത്. യൂറോപ്യൻ ആധുനിക കലയിൽ പൂർണ്ണമായും സ്വതസിദ്ധാണെന്ന് വരുന്നൊരു സങ്കല്പമാണ് സ്വാതന്ത്ര്യം. അത് വർണ്ണത്തെയും പരിപ്രേക്ഷ്യത്തെയും കാഴ്ചപ്പുറത്തെ തന്നെയും കാണുന്ന കണ്ണിൻ്റെ മാത്രം യാഥാർത്ഥ്യത്തിൽ നിന്നും സ്വതന്ത്രമാക്കി. അപ്പോൾ ചിത്രകാരൻ്റെ ബ്രഷിൻ്റെ പാടുകൾ തന്നെ അയാളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അടയാളവുമായി. ഇംപ്രഷനിസ്റ്റുകൾ മുതലേ ഇത് തുടങ്ങി. പക്ഷേ ഇന്ത്യക്കാരന് ഈ യുക്തികൾ അതേപടിയല്ല അനുഭവത്തിലാകുന്നത് എന്ന് പറഞ്ഞു കുതറി നിന്നതാണ് മദ്രാസ് സ്കൂളിൻ്റെ ചരിത്രപ്രസക്തി. മദ്രാസ് ചിത്രകാരന്മാർ വർണ്ണത്തെയും രേഖയെയും വസ്തുപ്രതിനിധാനമെന്ന ചുമതലയിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിച്ചത്
യൂറോപ്പിൽ ഹെൻറി മത്തീസ് വർണ്ണത്തെ വസ്തുവിൽ നിന്നും അതിൻ്റെ പ്രതിനിധാന ചരിത്രത്തിൽ നിന്നൊക്കെ മോചിപ്പിച്ചതുപോലെയല്ല. അവരിൽ പലർക്കും കലാകാരന്മാർ എന്ന നിലയിൽ പാശ്ചാത്യരെക്കാൾ മേന്മയുള്ള ഭാവനാത്മക പ്രതിനിധാനം സാധ്യമാകുന്ന ഏതോ ഒരു തുടർച്ചയുടെ ബോധത്തിൽ വേണം തങ്ങൾ പ്രവർത്തിക്കാൻ എന്ന് തോന്നി. ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തര കാലത്തും മങ്ങാത്ത രാഷ്ട്രീയ തിടുക്കത്തോടെ വലിയൊരളവോളം നിലനിന്നതാണ് തിളങ്ങുന്ന ഭൂതകാലം കൊണ്ടുള്ള, ഗ്ലോറിയസ് പാസ്റ്റ് കൊണ്ടുള്ള രാഷ്ട്രബോധത്തിൻ്റെ അഭിമാനം. ചിത്രരചനയുടെ മദ്രാസ് സ്കൂളിൽ നേറ്റീവ് ഫിഗറേഷൻ എന്ന നിലയ്ക്ക് തദ്ദേശീയർക്ക് സഹജമായ രൂപനിർണയങ്ങളിലാണ് ആ അഭിമാനം പ്രതിഫലിച്ചത്. ബ്രിട്ടീഷ് സന്ദർഭത്തിൽ ഇന്ത്യക്കാരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കപ്പെട്ട നേറ്റീവ് എന്ന പദത്തെ ആത്മസംസ്ഥാപനത്തിൻ്റെ ഒരു സന്ദർഭത്തിലേക്ക് മറിച്ചിട്ട് ഉപയോഗിക്കുന്നതും ശ്രദ്ധേയമായിരുന്നു. പക്ഷേ അതിനായി മദ്രാസ് സ്കൂൾ ചിത്രകാരന്മാർ ഭാവനയിലെ ഒരു പ്രാചീനതയിൽ തങ്ങൾ ആദ്യം തന്നെ കേന്ദ്രീകരിച്ചു. ഭാരതീയ ശില്പശാസ്ത്രങ്ങളുടെയും ഭാവവിന്യാസപരമായ വർണ്ണപ്രയോഗത്തിൻ്റെയും അച്ചടക്കത്തിൽ തുടരുക തന്നെയാണ് തങ്ങളെന്നും അതിൽ ആ മുഹൂർത്തത്തിൽ അനുഭവപ്പെടുന്ന ഒരു തൽക്ഷണതയാണ് തങ്ങളുടെ സ്വതന്ത്ര വിമുക്തിയെന്നും മദ്രാസിൽ കലാകാരന്മാർ പൊതുവിൽ കരുതി. ഒരു വിശേഷപ്പെട്ട ക്രാഫ്റ്റിൽ കൂടി മെനയുന്ന ഒന്നാണ് ചിത്രവും ശില്പവും ഉന്നം വയ്ക്കുന്നത് എന്നും വന്നു. ഫൈൻ ക്ലാസിക്കൽ പർപ്പസസ് എന്ന് അവർക്കിടയിലെ കലാനിരൂപകനായിരുന്ന ജോസഫ് ജെയിംസ് പറയുന്നത് ഇങ്ങനെ ഒന്നിനെയാണ്: യൂറോപ്പിൽ നിന്ന് ഭിന്നമായ ഒരു ക്ലാസിക്കൽ സൗന്ദര്യ ലക്ഷ്യം. പത്മിനിയുടെ ചിത്രഭാഷ രൂപപ്പെടുത്തുന്നതിൽ ഈ തരത്തിലുള്ള അക്കാദമിക് ചരിത്ര പരികൽപ്പനകൾക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ മദ്രാസ് കേന്ദ്രമാക്കി വികസിച്ച ചിത്രശില്പ ഭാഷകളുടെ ജ്യാമിതിയെ വിശദമാക്കുന്ന റിവ്യൂകളിലും പഠനങ്ങളിലും ഒക്കെ തന്നെ തൻ്റെ ജീവിതകാലത്തും മരണശേഷവും ടി.കെ. പത്മിനി വളരെ വിരളമായേ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ. പഠനാനന്തരം അവർ നടത്തിയ ചിത്രപ്രദർശനങ്ങൾ സുഹൃദ് വലയങ്ങളിലും ചില പത്രമാധ്യമങ്ങളിലുമൊക്കെ പ്രോത്സാഹനമർഹിക്കുന്ന യുവതിയായി അവരെ എടുത്തുകാട്ടി. പക്ഷെ അവരുടെ ചിത്രഭാഷയിൽ പെയിൻറ്റിംഗ് എന്ന ക്രാഫ്റ്റ് യാതൊരു ഫൈൻ ക്ലാസിക്കൽ പർപ്പസസ് തന്നെയും ലക്ഷ്യം വച്ചിരുന്നില്ല എന്ന് ആരും കണ്ടില്ല. അതിന് കാരണവും തിരക്കിയില്ല. തിളങ്ങുന്ന വിഗ്രഹജ്ഞാനത്തിൻ്റെ ഒരു ഭൂതകാലമല്ലായിരുന്നു പത്മിനിയുടെ പ്രേരണ. മറിച്ച് അവർ ജീവിച്ചു തുടരുന്ന മാതൃക്രമത്തിൻ്റെ മൂർത്ത സൗന്ദര്യവും പ്രകൃതിയുടെയും പ്രകൃതങ്ങളുടെയും ഒക്കെ സഹജധാരണയുമാണ് അവരെ പ്രചോദിപ്പിച്ചിരിക്കുക. സ്ത്രീ എന്ന നിലയിലുള്ള പാർശ്വവൽകൃത ധാരണയൊന്നുമല്ലത്. അങ്ങനെ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രശ്നം ഒരു സാക്ഷര മാധ്യമ സമൂഹത്തിലെ വിഭക്തനായ മനുഷ്യൻ അനുഭവിച്ചിരുന്ന ഒന്നാണ്. അതിലാണ് അധികാരവും പാർശ്വവൽക്കരണവും ഒക്കെ വരുന്നത്. മറിച്ച് പത്മിനിയിൽ വിഗ്രഹജ്ഞാനത്തിൻ്റെ ജനിതകം കൊണ്ടുള്ള പ്രശ്നമില്ല. പരമ്പരയ കരവേലയുടെ ജാതിബന്ധവും അവർക്കില്ല. മറിച്ച് തൻ്റെ മനുഷ്യാവസ്ഥയെ അപ്പാടെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു പെണ്ണുടലിൻ്റെ വിഭജിതാവസ്ഥയുണ്ട്. അത് തുറന്ന് ആവിഷ്കരിക്കാൻ മദ്രാസ് സ്കൂൾ പത്മിനിയുടെ ജീവിതത്തിൽ മുന്നോട്ട് വെച്ച ഒരു സാധ്യതയാണ് പെയിൻറ്റിംഗ് എന്ന ക്രാഫ്റ്റ്. അതിലുണ്ടായിരുന്ന ക്ലിഷ്ടതയും എന്തെങ്കിലും കൺകാഴ്ച വ്യക്തമാക്കാനുള്ള തിടുക്കവുമൊക്കെ പത്മിനി മാറ്റിവെച്ചതായി തോന്നുന്നു. മറിച്ച് പെയിൻറ്റിൻ്റെ തേപ്പ്, രൂപരേഖകളുടെ ഗ്രാഫിക് വിനിമയം, അവ പുറത്തുവിടുന്ന ചൂടും തണുപ്പും മയവും ഒക്കെ ആ ചിത്രങ്ങളിലുണ്ട്. കുറ്റാക്കുറ്റിരുട്ടും മിന്നുന്ന നാട്ടുതെളിച്ചവുമുണ്ട്. ചുറ്റുമുണ്ടായിരുന്ന ആധുനികതാവാദിയായ അന്നത്തെ പല കലാകാരന്മാരും ഉന്നയിച്ച പോലെയല്ല തൻ്റെ അവബോധം പത്മിനി യഥാർത്ഥത്തിൽ ഉന്നയിച്ചത്. എവിടെ നിന്നെങ്കിലും വിച്ഛേദം പ്രഖ്യാപിച്ച് സ്വയം അടയാളപ്പെടുത്തുന്നതിൻ്റെ ഭാവമില്ല. വിച്ഛേദിക്കാൻ സ്വന്തമായ പ്രയുക്തി തരുന്നൊരു കര, ഒരു ദേശം ആദ്യമേ ഉള്ള ഒരാളായിരുന്നില്ല സ്ത്രീ എന്ന നിലയ്ക്ക് പത്മിനി. മറിച്ച് തനിക്ക് സ്വച്ഛന്തമായി ഇറങ്ങി നടക്കാനും പൊതുവായൊരു പ്രമേയത്തിൽ ഇരിക്കാനും പറ്റിയ ഒരു കര നിർമ്മിക്കാൻ എന്നും പ്രേരിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് പത്മിനി. ഏത് കീഴാള സാമൂഹ്യ പരിഷ്കരണത്വരയുടെയും ആത്മാവ് അത് തന്നെ.